നമസ്കാരം. നേരിലേക്ക് സ്വാഗതം. നേരിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് തൃശ്ശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൻ്റെ CEO ഡോക്ടർ ബെനി ജോസഫ്. നമസ്കാരം സാർ. നമസ്കാരം. ഈ അഭിമുഖം എടുക്കാൻ തയ്യാറായത് ഒന്ന്, നിരവധി ദിവസങ്ങളായി ഒരു വിഭാഗം നേഴ്സുമാർ ഈ ഹോസ്പിറ്റലിൻ്റെ പടിക്കൽ സത്യാഗ്രഹ സമരം അല്ലെങ്കിൽ സമരം പ്രൊട്ടസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഒരു വിഭാഗം നേഴ്സുമാർ നിങ്ങളുടെ ഹോസ്പിറ്റലിന് മുൻപിൽ അല്ലെങ്കിൽ അവരൊരു സമരത്തിലേക്ക് കടക്കാനുണ്ടായ കാരണം എന്താണ്? നിങ്ങൾ യഥാർത്ഥത്തിൽ അവർക്ക് ശമ്പള വേതന വ്യവസ്ഥകളൊരു കൊടുക്കുന്നില്ലേ? എന്താണ് പ്രശ്നം? ഏതാണ്ടൊരു 110 ദിവസമായി ഒരു വിഭാഗം നഴ്സുമാരിവിടെ സമരം നടത്തുന്നു. എന്തുകൊണ്ടാണ് അവരിപ്പോഴും സമരത്തിലിരിക്കുന്നതെന്ന് ഞങ്ങൾക്കും കാരണം അറിയില്ല. ഞങ്ങൾക്ക് ആശ്ചര്യമാണ്. അതിൻ്റെ കാരണം 3 കാരണങ്ങൾ കൊണ്ടാണ് ഞങ്ങളത് ആശ്ചര്യപ്പെടുന്നത്. ഒന്നാമത്തെ കാരണം, ഈ സമരം തുടങ്ങിയിട്ടും ഇപ്പോഴും സമരം തുടങ്ങുമ്പോൾ പ്രത്യേകിച്ച് കേരളത്തിൽ ഏറ്റവും അധികം ശമ്പളം കൊടുക്കുന്ന സ്ഥലം ജൂബിലിയായിരുന്നു, പ്രൈവറ്റ് മേഖലയിൽ. ഇപ്പോഴും അവിടെ ഇവിടെയൊക്കെ കൂട്ടിയെന്ന് പറയുന്നുണ്ട്, എന്നാലും ഞങ്ങളോടനുബന്ധിച്ച് ഞങ്ങളോട് ചേർന്ന് തന്നെയാണ് ഇപ്പോഴും ശമ്പള വ്യവസ്ഥകൾ. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം എന്നെ ആശ്ചര്യപ്പെടുത്തുന്നത്. രണ്ടാമത്തെ കാര്യം, ശമ്പളത്തിനായിട്ട് ഇവിടെ സമരത്തിന് അവർ ഇറങ്ങുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ മിനിമം വേജസ് ഫിക്സ് ചെയ്യേണ്ടത് ഗവൺമെൻറ്റാണ്. അപ്പം ഗവൺമെൻറ്റിനോട് ചോദിക്കാതെ, ഗവൺമെൻറ്റിൽ പോയി സമരം ചെയ്യാതെ, അല്ലെങ്കിൽ അവിടെ ഒരു ദിവസം പോയിരുന്നു ബാക്കിയുള്ള ദിവസം ജൂബിലിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ കാര്യമായി തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഈ സമരം തുടങ്ങുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകാത്ത. സമരം നടക്കുമ്പോൾ സാധാരണ ഇതിൽ ഇപ്പോൾ ഒരു ട്രേഡ് യൂണിയൻ സമരം നടക്കുകയാണ്. ആ സമരം നടക്കുമ്പോൾ ഒരു നോട്ടീസ് പീരീഡ്, നിങ്ങളുടെ ഡിമാൻഡ്, സാധാരണ ഒരു ഡിമാൻഡ് അങ്ങനെ നൽകിയതിന് ശേഷമല്ലേ ഒരു സമരം നടക്കുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ? അല്ല, അങ്ങനെയല്ല നടന്നത്. അത് ഭയങ്കര വേദനിപ്പിക്കുന്നൊരു പശ്ചാത്തലമാണ്. ഈ സമരത്തിന് 2 പശ്ചാത്തലങ്ങൾ പറയാനുണ്ട്. ഈ സമരം അവർ ആദ്യം ഗവൺമെൻറ്റിനോട് സംസാരിച്ചപ്പം ഗവൺമെൻറ് ഒരു ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ മിനിമം വേസിൻ്റെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആ ഡ്രാഫ്റ്റ് മിനിമം വേസ് ഇറക്കിയ ഉടനെയാണ് ഇവർ സമരത്തിന് ഇറങ്ങിയത്. അത് ഒന്നാമത്തെ പശ്ചാത്തലം. രണ്ടാമത്തെ പശ്ചാത്തലം, ഗവൺമെൻറ് കൃത്യമായിട്ട് ഓർഡറുണ്ട്, ആരോഗ്യ മേഖലയിൽ സമരത്തിന് പോകണമെങ്കിൽ 14 ദിവസത്തെ നോട്ടീസ് വേണമെന്ന്. അങ്ങനെ ഒരു നോട്ടീസും ഇല്ലാതെയാണ് സമരത്തിന് ഇറങ്ങിയത്. നമ്മൾ മനസ്സിലാക്കണം. ഇന്നലത്തെ കണക്കുകൾ വരാറായിട്ടില്ല. ഇന്നലെ 2780 OP പേഷ്യൻസ് ഉണ്ടായിരുന്നു, 1800 IP പേഷ്യൻസ് ഉണ്ട്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഒരു സുപ്രഭാതത്തിൽ ICU, നിയോനെറ്റോളജി, കാഷ്വാലിറ്റി, തിയേറ്റർ, ഇവിടെ നിന്നൊക്കെ ഒരു തക്കതായ നോട്ടീസില്ലാതെ ഈ മരിക്കാൻ കിടക്കുന്ന വെന്റിലേറ്ററിലുള്ള പല തിയേറ്ററിലുള്ള രോഗികളെ അവഗണിച്ചുകൊണ്ടാണ്, തക്കതായ നിയമപരമായ നോട്ടീസ് ഇല്ലാതെയാണ് ഈ സമരം ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഈ സമരം ഒരു 107-110 ദിവസമായിട്ട് ഇപ്പോഴും ജൂബിലിയുടെ പടിക്ക് എന്തുകൊണ്ടിരിക്കുന്നു. വളരെ കുറച്ച് പേരേ ഉള്ളൂ. മെജോറിറ്റി നേഴ്സുമാർ നമ്മുടെ കൂടെ ഈ അൺഇൻറ്ററപ്റ്റഡായിട്ട് ജോലിക്ക് പോകാൻ സഹായിക്കുന്നുണ്ട്. ഈ ഹോസ്പിറ്റലിൽ എത്ര നേഴ്സുമാരുടെ ആവശ്യമുണ്ട്? ഇപ്പോൾ എത്ര നേഴ്സസ് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്? എത്ര പേര് സമരത്തിലുണ്ട്? നമുക്ക് ഏതാണ്ട് 1100ഓളം നേഴ്സുമാരാണ് നമുക്ക് ഉള്ളത്, ജൂബിലിയിൽ സമരം തുടങ്ങുന്നതിന് മുമ്പുള്ളത്. അതിൽ ഏതാണ്ട് ഒരു 350ഓളം നേഴ്സുമാർ മാത്രമേ സമരത്തിന് പോയിട്ടുള്ളൂ. പക്ഷേ ജൂബിലിയിൽ തുടക്കത്തിലൊക്കെ വാസ്തവം പറഞ്ഞാൽ സമരത്തിൽ അഫക്റ്റ് ചെയ്തപ്പം നമ്മളെ സംബന്ധിച്ച് ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകണം. അതുകൊണ്ട് നമ്മളിത് കോമ്പൻസേറ്റ് ചെയ്യാവുന്ന നേഴ്സുമാരെ വേറെ കുറേ എടുത്തു. എടുത്ത് ഇന്ന് ജൂബിലി അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടാണ് പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്നലെയൊക്കെ ഇത്രയധികം OPയും IPയും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നെന്ന്. ഇപ്പോൾ നമുക്ക് സമരത്തിന് ഏതാണ്ട് 350 പേരും ബാക്കിയുള്ള ആളുകൾ സമരത്തിന് ഇവിടെ ജോലിയിൽ വരികയും ബാക്കിയുള്ള ആളുകളെ നമ്മൾ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജൂബിലിയെ സംബന്ധിച്ച് വളരെ അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടാണ് ഇപ്പോൾ സേവനം പോകുന്നത്. ഈ മറ്റൊരു കാര്യം, ഇപ്പോൾ സമരം നടക്കുന്ന ഒരു വിഭാഗം ജീവനക്കാർ, നഴ്സസ് സമരം നടത്തുന്നു. ഞാൻ ചോദിക്കുന്നത്, ഒരു ട്രേഡ് യൂണിയൻ്റെ ലേബലിൽപ്പെട്ട ആളുകളാണോ സമരം നടത്തുന്നത്, അതെയോ ഈ ട്രേഡ് യൂണിയനിൽ പെടാത്ത ആളുകളും ഈ സമരപാതയിലുണ്ടോ? ഇതിൽ UNA എന്ന് പറയുന്ന ഒരു സംഘടനയാണ് ഈ സമരത്തിനുള്ളത്. അതും UNAയിലെ വളരെ മൈനോറിറ്റി ആയിട്ടുള്ള കുറച്ച് പേരാണ് ഈ സമരത്തിനുള്ളത്. മറ്റൊരു കാര്യം, ഇപ്പോൾ സംസ്ഥാനത്തെ ഇപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇപ്പോൾ ശമ്പള വർധന നടപ്പാക്കുക, അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ വർധന നടപ്പാക്കുകയോ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള പരിഷ്കാരം തൊഴിലാളികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിഷ്കാരങ്ങളൊക്കെ നടപ്പാക്കുമ്പോൾ
ഒരു നിശ്ചിത മാനദണ്ഡം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു കോമൺ ആയിരിക്കണം സംസ്ഥാനത്തെ. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു 1500-ലധികം പ്രൈവറ്റ് മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള ഹോസ്പിറ്റലുകൾ, വലിയ ഹോസ്പിറ്റലുകൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരം ഹോസ്പിറ്റലുകളിൽ എൻ്റെ മുമ്പിലൊന്നും സമരങ്ങളില്ലാതെ അമലയ്ക്ക് മുമ്പിലും ജൂബിലി മിഷൻ ഹോസ്പിറ്റലിന് മുമ്പിലും എന്തിന് സമരം ചെയ്യണം? നിങ്ങൾ പറയുന്നു ഞങ്ങൾ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കുന്ന, സേവന വേതന വ്യവസ്ഥകൾ കൊടുക്കുന്ന ഒരു ഹോസ്പിറ്റലാണെങ്കിൽ എന്തിനാണ് ഈ പറയുന്ന 300ഓളം പേർ വന്ന് സമരം നടത്തുന്നത്? ഇതാണ് ഞാൻ പറഞ്ഞ മൂന്നാമത്തെ കാര്യം എന്നെ ആശ്ചര്യപ്പെടുത്തുന്നത്. ഞങ്ങൾക്കും അതിൻ്റെ കാരണം അറിയില്ല. ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കുന്ന ആശുപത്രിയിൽ കോമൺ ആയിട്ട് ഒരു വേതന വ്യവസ്ഥകളുള്ളതിനേക്കാളും അധികം നമ്മൾ കൊടുത്തിട്ടും എന്തുകൊണ്ട് ജൂബിലിയിൽ സമരമെടുക്കുന്നു? ഇത് ജൂബിലിയിലും അമലയിലും സമരമെടുക്കുന്നു. അത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ ആശ്ചര്യപ്പെടുത്തുന്ന കാര്യമാണ്. അതിൻ്റെ കാരണം 2-3 കോണ്ടെക്സ്റ്റുകൾ ഇതിനകത്ത് മനസ്സിലാക്കാനുണ്ട്. കേരള ഗവൺമെൻറ്റിൻ്റെ മിനിമം വേജസ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് 2013 മിനിമം വേജസാണ്. ഈ മിനിമം വേജ് കൊടുക്കുന്നേക്കാൾ എത്രയോ ഇരട്ടി ശമ്പളമാണ് ജൂബിലിയിലും അമലയിലും കൊടുക്കുന്നത്. എന്നിട്ടും ഇവിടെ മാത്രമാണ് സമരം. ഇനി ഈ സമരം തന്നെ ഇതിനെ വേറെ രീതിയിൽ വർഗീയവൽക്കരിക്കപ്പെടുന്നു, ഇതിനെ മതവൽക്കരിക്കപ്പെടുന്നു. ഇതൊക്കെ ഞങ്ങളെ സംബന്ധിച്ച് വളരെ ഉത്തരം കിട്ടാത്ത കുറേ ചോദ്യങ്ങളാണ്. അതുകൊണ്ട് ഈ സമരമായി പറയുന്ന ഡിമാൻഡുകളോ, ഈ സമരം തന്നെ ഒരു ഇല്ലീഗൽ സ്ട്രൈക്ക് എന്നാണ് ഞങ്ങളെപ്പോഴും പറയാറ്. ഇപ്പോഴും ഞങ്ങളതാ പറയുന്നത്, ദിസ് ഈസ് എൻ ഇല്ലീഗൽ സ്ട്രൈക്ക്. 1950-51 കാലഘട്ടങ്ങളിൽ തുടങ്ങിയ ഒരു ആശുപത്രി ഒരു ചരിത്രത്തിൻ്റെ, കേരള സംസ്ഥാനത്തിൻ്റെ ആരോഗ്യ ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു ആരോഗ്യ പരിപാലന കേന്ദ്രം. ആ കേന്ദ്രത്തിനെതിരെ ഇങ്ങനെ ഇപ്പോൾ ഞാൻ പറഞ്ഞൊരു ആധുനിക കോർപ്പറേറ്റ് വൽക്കരണവും ഇപ്പോൾ ബഹിരാഷ്ട്ര കമ്പനികൾ കേരളത്തിൻ്റെ ഹോസ്പിറ്റൽ മേഖല, ആരോഗ്യ മേഖല കൈയെടുക്കുന്ന ഒരു സാഹചര്യമാണല്ലോ നിലനിൽക്കുന്നത്. നിങ്ങളുടെ ഹോസ്പിറ്റലിന് അല്ലെങ്കിൽ അമലയും ജൂബിലി മിഷൻ പോലെയുള്ള സാധാരണക്കാർക്ക് അക്കോർഡബിളായിട്ടുള്ള പ്രൈസിൽ ചികിത്സ ലഭിക്കുന്ന ഹോസ്പിറ്റലുകളെ തകർക്കുക എന്ന ഒരു ലക്ഷ്യം ഇതിൽ കാണുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു ഹിഡൻ അജണ്ട ഈ സമരത്തിൻ്റെ പിന്നിലോ അല്ലെങ്കിൽ സമരക്കാരറിയാതെയോ സംഭവിക്കുന്നതായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് ജൂബിലി മിഷനെ സംബന്ധിച്ച് ഇത് 75ാമത്തെ കൊല്ലമാണ്. ഒരു കൊല്ലം ഏതാണ്ട് 6 ലക്ഷത്തിലധികം ആളുകൾക്ക് ചികിത്സ കൊടുക്കുന്ന സ്ഥാപനമാണ്. അതിൽ കൂടുതലും ഇക്കണോമിക്കലി ലെസർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുന്നതാണ്. ഇതിനെനിക്ക് കൃത്യമായ ഒരു തെളിവുകളൊന്നും പറയാനില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് ആശ്ചര്യപ്പെടുത്തുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇത് ജൂബിലിയെ, അമലയെ ഡീസ്റ്റെബിലൈസ് ചെയ്യാനുള്ളൊരു നീക്കമാണോ? ഈ മതവിഭാഗങ്ങൾ നടത്തുന്ന ആശുപത്രിയെ ഡീസ്റ്റെബിലൈസ് ചെയ്ത് ഈ മിഷനറി കോൺസെപ്റ്റ് ഇൻ ഹെൽത്ത് കെയറിന് ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണോ എന്ന് എനിക്ക് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. കാരണം തൃശ്ശൂരിൻ്റെ പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ തൃശ്ശൂർ ഏറ്റവും അധികം രോഗികളെ ചികിത്സിക്കുന്ന കേന്ദ്രങ്ങളെ ഡീസ്റ്റെബിലൈസ് ചെയ്ത് ആർക്കെങ്കിലും ഗുണമുണ്ടാകൂ? ഇതൊക്കെ എന്നെ ആശ്ചര്യപ്പെടുത്തുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. ഇനി മറ്റൊരു കാര്യമുള്ളത്, ജൂബിലി അമലയെ പോലത്തെ സ്ഥാപനങ്ങളുടെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മിഷണറി ഹോസ്പിറ്റലിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്ന 3 കാര്യങ്ങളുണ്ട്. ഈ 3 കാര്യങ്ങളാണ് ഒരുപക്ഷെ കേരള ഹെൽത്ത് കെയറിൻ്റെ ബാക്ക് ബോണായിട്ട് മിഷണറി സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ, ഗവൺമെൻറ് സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നിലനിന്നിരുന്നത്. ഈ 3 കാര്യങ്ങൾ തകർക്കാൻ, അല്ലെങ്കിൽ ഈ 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടാൽ ഇത് കേരള ഹെൽത്ത് കെയറിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈ 3 കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന്, ഒരു ജെനുവിൻ എത്തിക്കൽ ഹെൽത്ത് കെയർ. ജെനുവിൻ എത്തിക്കൽ ഹെൽത്ത് കെയർ ഈസ് സംതിങ് വിച്ച് ഈസ് ഗെറ്റിംഗ് ക്വസ്റ്റ്യൻഡ് ഇന്നത്തെ കാലഘട്ടത്തിൽ. അത് നമ്മുടെ ഒരു മുഖമുദ്രയാണ്. രണ്ടാമത്തത്, വെരി ഇമ്പോർട്ടൻറ്റ്, അഫോർഡബിൾ ഹെൽത്ത് കെയർ. ഇപ്പോൾ ജൂബിലിയെ സംബന്ധിച്ച് ഇവിടെ ഒരു പേഷ്യൻറ്റിനെ കാണാനായിട്ട്, OP പേഷ്യൻറ്റിനെ കാണാൻ 100 രൂപയെ കൊടുക്കുന്നുണ്ടു. 14 ദിവസം പിന്നെ ഫ്രീ ആണ്. ഒരു സൂപ്പർ സ്പെഷ്യലിസ്റ്റിനെ കാണാനായിട്ട് 200 രൂപയെ കൊടുക്കുന്നുണ്ടു. 14 ദിവസം ഫ്രീ ആണ്. അതായത് കാർഡിയോളജി, ന്യൂറോളജി, യൂറോളജി ഇങ്ങനത്തെ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ പ്രഗത്ഭരായ ഡോക്ടർമാർ എന്നോടുള്ള 200 രൂപയെ കൊടുക്കുന്നുണ്ടു. ഒരു പേഷ്യൻ്റ് ഒരു അഡ്മിഷൻ ഇവിടെ വാർഡിലെടുക്കുകയാണെങ്കിൽ നമ്മളുടെ റേറ്റിനേക്കാൾ ഇരട്ടിയിലധികം റേറ്റുകളാണ് മറ്റുള്ള പല ആശുപത്രികളും കേരളത്തിൽ വാങ്ങുന്നത്. അപ്പോൾ അഫോർഡബിൾ ഹെൽത്ത് കെയർ ആണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം ആക്സസിബിൾ ഹെൽത്ത് കെയർ ആണ്. ആക്സസിബിൾ എന്ന് പറഞ്ഞാൽ തൃശ്ശൂരിൻ്റെ ഒരു സെൻറ്ററിൽ ഒരു ദിവസം
ഏതാണ്ട് 15,000 മുതൽ 20,000 പേര് വന്നു പോകുന്നൊരു സ്ഥാപനമാണിത്. ഈ 3 കാര്യങ്ങൾ എന്ന് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നു, അന്ന് ഇന്ത്യൻ ഹെൽത്ത് കെയർ, കേരള ഹെൽത്ത് കെയർ വിൽ ബിഗിൻ ടു കൊളാപ്സ്. ഇന്നത് പല സ്ഥലങ്ങളിലും കണ്ടു തുടങ്ങി. നിങ്ങൾ നോക്കിയാൽ അറിയാം, കേരളത്തിൽ ഇന്ത്യൻ എക്സ്പ്രസ് ആണ് എൻ്റെ അറിവ്, ഫെബ്രുവരി മാസത്തിൽ വളരെ വേദനിപ്പിക്കുന്നൊരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിരുന്നു. അത് പ്രകാരം 2021 മുതൽ 2025 വരെ 444 സ്മോൾ ഹോസ്പിറ്റൽസ് ക്ലോസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ കോർപ്പറേറ്റൈസേഷൻ എതിരൊന്നുമല്ല, ബിക്കോസ് ഞാൻ ഏതാണ്ട് 8-9 കൊല്ലം കോർപ്പറേറ്റ് വേൾഡിലുണ്ടായിരുന്നതാണ്. പക്ഷേ ഇഫ് അവർ കേരള ഹെൽത്ത് കെയർ മോഡൽ കനോട്ട് ഗിവ് എത്തിക്കൽ ഹെൽത്ത് കെയർ, കനോട്ട് ഗിവ് അഫോർഡബിൾ ഹെൽത്ത് കെയർ, കനോട്ട് ഗിവ് ആക്സസിബിൾ ഹെൽത്ത് കെയർ, ദ സൊസൈറ്റി വിൽ ബിഗിൻ ടു കൊളാപ്സ്. അതാണ് മിഷണറി ആശുപത്രികളുടെ പ്രാധാന്യവും ഇതിനെ ഡീസ്റ്റബിലൈസ് ചെയ്യാനുള്ളൊരു ശ്രമമായിട്ട് പോലും ഈ സമരത്തെ ഞാൻ കാണുന്നുണ്ട്. ഇപ്പോൾ താങ്കൾ പറഞ്ഞു വെച്ചു കൊടുത്ത് ഈ മെച്ചപ്പെട്ടൊരു ശമ്പളം അല്ലെങ്കിൽ വേതനം നഴ്സസിന് കൊടുക്കുന്നു, നഴ്സസിന് മാത്രമല്ല സ്റ്റാഫിനും കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് മറ്റ് സേവന ബസ്സുകൾ, അതായത് അക്കോമഡേഷൻ, ഈ ആശുപത്രി അന്തരീക്ഷം, ഇതൊക്കെ ഇവരെ സമരത്തിലേക്ക് നയിക്കാൻ എന്തെങ്കിലും കാരണമുണ്ട്? അത്തരം കാരണങ്ങൾ അങ്ങനെ ഒരു കാരണവും ഞങ്ങൾ കാണുന്നില്ല. കാരണം സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള അക്കോമഡേഷൻ ഇവിടെയുണ്ട്. അവർക്ക് വേണ്ട രീതിയിലുള്ള അഡീഷണൽ ബെനിഫിറ്റുകൾ ഗവൺമെൻറ് നിശ്ചയിക്കുന്ന പോലെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതൊന്നും എനിക്ക് കാരണമായിട്ട് വരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, എന്നെ സംബന്ധിച്ച് ഇപ്പോഴും ആശ്ചര്യമാണ്. 110 ദിവസമായിട്ട് ഒരു ചെറിയ വിഭാഗം ഇവിടെ സമരത്തിനിരിക്കുന്നു. ഒരു നോട്ടീസും ഇല്ലാതെ സമരത്തിന് ഒരു നോട്ടീസിൽ ആവശ്യപ്പെട്ട മിനിമം ഡേയ്സ് തരാതെ സമരത്തിനിരിക്കുന്നു. എനിക്കിപ്പോഴും ആശ്ചര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവരുമായിട്ട് എപ്പോഴും ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, കഴിഞ്ഞ ആഴ്ച ഗവൺമെൻറ്റുമായിട്ട് ചർച്ചയുണ്ടായിരുന്നു, വിവിധ യൂണിയനുകളും വിവിധ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റുകളുമായിട്ട്. അപ്പോൾ ഞാനും ഗവൺമെൻറ്റിനോട് ചോദിച്ചു, ഞാനും ഇവിടുത്തെ ഡയറക്ടർ അച്ഛനും ഈ ചർച്ചയിൽ വളരെ ആക്റ്റീവായിട്ട് പങ്കെടുത്തിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഗവൺമെൻറ്റിനോട് പറഞ്ഞതാണ്, നിങ്ങൾ മിനിമം വേജസ് പ്രഖ്യാപിക്കൂ. ഇത് മിനിമം വേജസിൻ്റെ പ്രശ്നമാണെങ്കിൽ നിങ്ങൾ വേഗം പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഈ സമരം തീരും. ഗവൺമെൻറ് പ്രഖ്യാപിക്കേണ്ട ഒരു കാര്യത്തിന് വേണ്ടി ജൂബിലിയിലെ മുമ്പിൽ വേണ്ടതായ നോട്ടീസില്ലാതെ സമരം ചെയ്യുന്നു. രോഗികളെ വലയുന്ന രീതിയിൽ ഞാൻ പറഞ്ഞ തീർത്തും ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻ ഇല്ലാതെ സമരം ആരംഭിക്കുന്നു. ഇത് ഞങ്ങളെക്കുറിച്ച് ആശ്ചര്യമാണ്. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ? ഞാൻ വീണ്ടും ചോദിക്കുന്നത്, എന്തുകൊണ്ടായിരിക്കാം? നിങ്ങൾ മെച്ചപ്പെട്ട ശമ്പളം കൊടുക്കുന്നു, സേവന വേതന വ്യവസ്ഥകൾ കൊടുക്കുന്നു, അതുപോലെ തന്നെ മറ്റെല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കുന്നു. ഇപ്പോൾ UN-യുടെ നേതാവിൻ്റെ ഒരു പ്രസ്താവന കണ്ടിരുന്നു, ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്ന ഹോസ്പിറ്റൽ അതാണെന്ന് പറയുന്നു. എന്നാൽ കാരണം പറയാതെ ഈ ഒരു സമരം പറയുന്നു. ഇപ്പോൾ ഞാനൊരു ആസ് എ ജേർണലിസ്റ്റ് എനിക്കുണ്ടാവുന്നൊരു സംശയം, ഞാൻ അത്രയും ദൂരം സഞ്ചരിച്ച് ഇവിടെ വരാനുണ്ടായ കാരണം തന്നെ ഇതാണ്. ഇപ്പോൾ ഞാൻ ആരോഗ്യ മേഖലയിലെ പല ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ സാധാരണഗതിയിലൊരു ശമ്പള സ്കെയിൽ, പല ഹോസ്പിറ്റലിലെ ശമ്പള സ്കെയിലുകൾ ഞാൻ ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ശമ്പള സ്കെയിലും എനിക്ക് ഏകദേശം മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 65,000 അല്ലെങ്കിൽ 40,000 അല്ലെങ്കിൽ 33,000 എന്നൊക്കെ പറയുന്നത് ചില നാമമാത്രമായ മാനേജ്മെൻറ്റുമായി ചേർന്ന് നിൽക്കുന്ന ചില ആളുകൾക്ക് ആ രീതിയിലുള്ളൊരു സംസാരത്തിലേക്ക് പോകുന്നു. യഥാർത്ഥത്തിൽ ഈ ശമ്പളം നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? അത് നല്ലൊരു ചോദ്യമാണ്. കഴിഞ്ഞ ആഴ്ച ഞങ്ങളൊരു വലിയൊരു പ്രസ് കോൺഫറൻസ് നടത്തിയിരുന്നു. ആ പ്രസ് കോൺഫറൻസിൽ സമരത്തിലിരിക്കുന്ന എല്ലാവരുടെയും ശമ്പളം ഞാൻ പൊക്കി കാണിച്ചിരുന്നു. എൻ്റെ കയ്യിലതുണ്ട്. സമരത്തിലിരിക്കുന്ന സ്റ്റാഫ് നഴ്സുമാർക്ക് ആർക്കെങ്കിലും ഞാൻ ഈ പറയുന്ന ശമ്പളത്തിൽ കുറവാണ് കിട്ടുന്നതെങ്കിൽ അവർ തെളിയിക്കട്ടെ. അത് സാധിക്കില്ല. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. കേരളത്തിൽ ഇപ്പോൾ നിങ്ങൾ ജേർണലിസം ഫീൽഡുള്ള ആരാണ്, ഒരു ജേർണലിസം പഠിച്ച ഒരാൾക്ക് അല്ലെങ്കിൽ IT മേഖലയിലുള്ള ആൾക്ക് ഇല്ലെങ്കിൽ മറ്റുള്ള മേഖലയിലെ ആളുകൾക്ക് പഠിച്ചു കഴിഞ്ഞ ഉടനെ 32,000 ശമ്പളം, 32,700 ശമ്പളം കിട്ടുക എന്നുള്ളത് കേരളത്തിൻ്റെ വ്യവസ്ഥയിൽ അത്ര കുറവുള്ളൊരു ശമ്പളമൊന്നുമല്ല. അത് നഴ്സിംഗ് മേഖലയിൽ ഞാൻ പറഞ്ഞു ഏറ്റവും ഹയസ്റ്റ് കൊടുക്കുന്നതാണെന്ന്. ഇനി ഇത് പലപ്പോഴും വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് വേറൊരു ചിന്തയുള്ളത്, ഇവർ പലപ്പോഴും UN-നെ ഗോൾ പോസ്റ്റ് മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ഗോൾ പോസ്റ്റ് ഒരു വെല്ലുവിളിച്ചതാണ് ഈ സമരത്തിലിരിക്കുന്ന ആളുകൾക്ക് ഇത്ര ശമ്പളം കിട്ടുന്നില്ല എന്ന്. അപ്പോൾ നമ്മളിത് ശമ്പളം നേരെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ശമ്പളം ഇവർക്കെല്ലാം ശമ്പളം
നേരിട്ട് കറൻസി ആയിട്ട് കൊടുക്കുമല്ലോ. അല്ല, ഞങ്ങൾ ഓൺലൈനായിട്ട് ബാങ്കിൽ ചെക്ക് ചെയ്യാമല്ലോ. ഇനി വേറൊരു കാര്യങ്ങളുണ്ട്. ഞങ്ങൾക്കൊരു WPS എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. എനിക്ക് ഒരു 3-4 കൊല്ലമായിട്ട് വേജ് പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിൽ കൂടെ ഓൺലൈനായിട്ടാണ് ഇത് കൊടുക്കുന്നത്. ആർക്ക് വേണമെങ്കിൽ വെരിഫൈ ചെയ്യാം. ഇതിൻ്റെ ഇടയിൽ ഈ സമരം തുടങ്ങിയതിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരു 3-4 പ്രാവശ്യം ഇവിടെ ഇൻസ്പെക്ഷൻസ് ഉണ്ടായിരുന്നു. DMOയുടെ ഇൻസ്പെക്ഷൻ ഉണ്ടായിരുന്നു, DLOയുടെ ലേബർ ഓഫീസിൻ്റെ ഇൻസ്പെക്ഷൻ ഉണ്ടായിരുന്നു. ഇതിലൊന്നും ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾക്ക് കോൺട്രറി ആയിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ കുറച്ച് പേർക്കേ കൊടുക്കണുള്ളൂ എന്നൊക്കെ പറയുന്നത് ആർക്കും അംഗീകരിക്കാത്തൊരു ന്യായമാണ്. അങ്ങനെയെങ്കിൽ ഞാൻ അവരെ വെല്ലുവിളിക്കുകയാണ്. സമരത്തിലിരിക്കുന്ന UNAക്കാർക്ക് ഞങ്ങൾ പറയുന്ന ഈ ശമ്പളത്തിൽക്കാൾ കുറവാണ് കിട്ടുന്നതെങ്കിൽ ഞങ്ങളോട് പറയട്ടെ. അത് പറയുന്നില്ലല്ലോ. പറയാം, ഇപ്പോൾ സമരത്തിലിരിക്കുന്ന ദിവസങ്ങളിൽ ശമ്പളം കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലാതെ ഇവർ പറയട്ടെ. ഞാൻ കൃത്യമായിട്ട് പറയുന്നു, അവിടെ 40,000 45,000 ഒക്കെ വാങ്ങുന്ന ആളുകളുണ്ട്, സമരത്തിലിരിക്കുന്നവരുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഐ സ്റ്റിൽ ഡോ നോട്ട് നോ വൈ ദേ സെറ്റ്. ഇപ്പോൾ ഈ ഒരു വിഭാഗം സമരം നടത്തുന്നു, ഹോസ്പിറ്റൽ റൺ ചെയ്യുക എന്ന് പറയുന്നത് മറ്റൊരു ഫാക്ടറി പോലല്ല, ഒരു ഇരുമ്പുരുക്ക് ഫാക്ടറി അല്ലല്ലോ. ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മനുഷ്യ ജീവന് വേണ്ടിയിട്ട് ജീവൻ നിലനിർത്താനുള്ള പോരാട്ടമാണ് നിങ്ങൾ നയിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായ റിസ്ക്, കാരണം 70 വർഷത്തോളമായി നിങ്ങൾ ഈ ജനത്തിൻ്റെ വിശ്വാസ്യത നേടിയിട്ട് നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടാൻ പാടില്ല. അതൊക്കെ ശരി. ഇപ്പോൾ ഇത് എന്തായാലും ഇതിനൊരു തീർപ്പ് കൽപ്പിക്കണമല്ലോ. തീർപ്പ് കൽപ്പിക്കുമ്പോൾ ഈ മാനേജ്മെൻറ്റ് ഈ സമൂഹത്തോട് മുമ്പിലേക്ക് വെക്കാനുള്ള ഒരു ഫോർമുലയുണ്ടോ? അപ്പോൾ ഞങ്ങൾക്ക് മാനേജ്മെൻറ്റ് വെക്കാനുള്ള ഫോർമുലയാണ് സർക്കാരിനോടും പറഞ്ഞിട്ടുള്ളത്. അതാണ് ഞാൻ എന്നും പറയുന്നത്. ഏറ്റവും വേഗം കേരളത്തിലെ എല്ലാ പ്രൈവറ്റ് ആശുപത്രികൾക്കും അംഗീകരിക്കുന്ന അവരുടെ പ്രോസസ്സ് അനുസരിച്ചിട്ടൊരു മിനിമം വേജസ് പ്രഖ്യാപിക്കണം. അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, നിയമപരമായി അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, അത് സുതാര്യമായ രീതിയിലാണ് പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളായിരിക്കും ആദ്യം കൊടുക്കുക. അത് ഞങ്ങളുടെ ചെയർമാൻ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചതുമാണ്. അത് തീർച്ചയായും ഞങ്ങൾ കൊടുത്തിരിക്കും. മറ്റൊരു ചോദ്യം, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സമരത്തിൻ്റെ ഒരു മൂർച്ഛന്യാവസ്ഥയിലാണെന്ന് എനിക്ക് തോന്നുന്നു. തൃശ്ശൂർ അതിരൂപത ആസ്ഥാനത്തേക്ക് നഴ്സസ്മാരും അവരെ അനുകൂലിക്കുന്ന കുറേ സംഘടനകളും ഈ മാർച്ച് ചെയ്യുകയും അവിടെ പ്രൊട്ടസ്റ്റ് ചെയ്യുകയുണ്ട്. ഏകദേശം 9 മണിക്കൂറോളം അവിടെ പ്രൊട്ടസ്റ്റ് ചെയ്തെന്ന് അറിയാൻ കഴിഞ്ഞത്. യഥാർത്ഥത്തിൽ രൂപത ആസ്ഥാനത്തേക്ക് രൂപതയുടെ കുഴപ്പം കൊണ്ടാണോ, അത് ഈ ആശുപത്രിയുടെ ഒരു പേട്ടൻ അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു രക്ഷാധികാരി എന്ന രീതിയിലല്ലേ രൂപതയ്ക്ക് റോളുള്ളൂ? അതെയോ രൂപത നേരിട്ട് നടത്തുന്നു, അല്ലെങ്കിൽ രൂപതയാണോ ശമ്പളം നിശ്ചയിക്കുന്നു, രൂപതയാണോ സേവന വേതന വ്യവസ്ഥകൾ നിശ്ചയിക്കുന്നു, അങ്ങനെയാണോ? എന്തുകൊണ്ടായിരിക്കാം രൂപതയുടെ അല്ലെങ്കിൽ രൂപദാസൻ, സാധാരണ ഇതിൽ പല മറ്റ് മതസ്ഥാപനങ്ങളെല്ലാം സംസ്ഥാനത്ത് ഒരുപാട് ഹോസ്പിറ്റലുകൾ നടത്തുന്നുണ്ട്. പക്ഷെ അവിടെ എന്തെങ്കിലും ഒരു സമരം നടക്കുന്നത് ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് അതിൻ്റെ അതോറിറ്റിയിലേക്കാണ് വരുന്നത്. പക്ഷേ എന്തുകൊണ്ടായിരിക്കാം ഒരു രൂപത ആസ്ഥാനത്തേക്ക് ഒരു 8-9 മണിക്കൂർ നിശ്ചലമാകത്തക്ക രീതിയിൽ ഒരു സമരം ഉണ്ടാകാൻ കാരണം? അത്രയ്ക്കും നിങ്ങളുമായിട്ട് ഈ എംപ്ലോയീസ് അത്രയ്ക്കും അകന്നോ? എനിക്ക് ഈ സമരവുമായിട്ട് 110 ദിവസത്തിൽ ഏറ്റവും വേദനിപ്പിച്ച 2 കാര്യങ്ങൾ. ഒന്ന്, ഇവിടെയുള്ള അഡ്മിറ്റായ പേഷ്യൻസിനോട് ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഈ ഒരു ദിവസം കാഷ്വാലിറ്റിയിൽ ഒരു 1:15-1:30 സമയത്ത് 2 ട്രോമ കേസ് അവിടെ വന്ന സമയത്ത് അവിടെ നഴ്സുമാർ ജോലിക്ക് കയറാതെ തക്കതായ മുന്നറിയിപ്പിലതോ കയറിയ കാര്യങ്ങൾ, നിയോനെറ്റോളജി പേഷ്യൻസ്, ഡയാലിസിസ് പേഷ്യൻസ്, ഇവരൊക്കെ ഉപേക്ഷിച്ച് പോയ ഒരിതാണ് എന്നെ ഏറ്റവും അധികം വേദനിപ്പിച്ചൊരു കാര്യം. അതുപോലെ എന്നെ വേദനിപ്പിച്ചൊരു കാര്യമാണ് ഈ അതിരൂപതയിലേക്കും ചെയ്ത അതിക്രമങ്ങൾ. ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല, അപലപനീയമാണ്. ഞാൻ ഈ ജൂബിലി CEO എന്നതിലുപരി ഈ അതിരൂപത അംഗമാണ്. ഈ അതിരൂപത ആസ്ഥാനം എന്ന് പറയുന്ന, അതിരൂപത അധ്യക്ഷൻ എന്ന് പറയുന്നത് 4.5 ലക്ഷത്തോളം, ഏതാണ്ട് 5 ലക്ഷത്തോളം വരുന്ന വിശ്വാസികളുടെ കേന്ദ്രമാണ്. ഈ വിശ്വാസികളുടെ കേന്ദ്രത്തിലേക്ക് ഈ സമരത്തെ തിരിച്ചു വിട്ടത് അംഗീകരിക്കില്ല, അത് പൊറുക്കില്ല. രണ്ട് പ്രധാനപ്പെട്ട ഞാൻ അതിലേക്ക് വരാം. 2 പ്രധാനപ്പെട്ട, ഇത് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ഞായറാഴ്ച നടന്ന ആദ്യത്തെ ഇൻസിഡൻ്റ് അല്ല. ഏതാണ്ട് 1.5 മാസം മുമ്പ് ഇവിടെ നടന്നിരുന്ന ഈ ഗേറ്റിൻ്റെ മുമ്പിൽ 2 വ്യക്തികളുടെ 2 വൈദികർ, അതിലൊരു വൈദികൻ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു രൂപതയിൽ നിന്ന് ഡിസിപ്ലിനറി ആക്ഷൻ്റെ പേരിൽ പുറത്തായ ആളും, മറ്റാൾ ഡിസിപ്ലിനറി ആക്ഷൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇവരുടെ നേതൃത്വത്തിൽ ബിഷപ്സ് ഹൗസിലേക്ക് പോകുന്നു. ബിഷപ്സ് ഹൗസിൻ്റെ പ്രധാന കവാടം മുടക്കുന്നു. ആ സ്ഥലം ഖരാവ് ചെയ്യപ്പെടുന്നു. ഇത് അംഗീകരിക്കാൻ പറ്റുമൊന്നുമില്ല. ഇനി കഴിഞ്ഞ ഞായറാഴ്ച നടന്നത് കാര്യം, ഇവിടെ UNAയുടെ നിർബന്ധപ്രകാരം ഇവിടെ ഒരു സൗഹൃദ സംഭാഷണം UNAക്കാർ നിർബന്ധിച്ച് ആർച്ച് ബിഷപ്പ് അംഗീകരിച്ചു.
ആർച്ച് ബിഷപ്പ് വളരെ മനോഹരമായി സൗഹൃദ സംഭാഷണം കഴിഞ്ഞ് താഴെ വന്നിറങ്ങി എല്ലാം തീരുമാനങ്ങളെടുത്ത് ഞങ്ങൾ പരസ്പരം ഡിസ്കസ് ചെയ്ത് പെട്ടെന്ന് ഇവർ ഒരു 5 മണിയാകുമ്പോൾ ബിഷപ്സ് ഹൗസ് വീണ്ടും കരാവ് ചെയ്യാൻ പോകുന്നു. അത് ബിഷപ്സ് ഹൗസിൻ്റെ പ്രധാന റോഡ് ഉപരോധിക്കുന്നു. 1-2 മണിക്കൂറല്ല, പുലർച്ചെ 2:30-ക്കാണ് അത് തീർന്നത്. ഇത് ഏത് മതസംഘടനയിൽ നടക്കും? ഇവരാരെങ്കിലും ധൈര്യപ്പെടുമോ? ഒരു ഇതുപോലെയുള്ള സ്ഥാപനങ്ങളുടെ ഈ മതകേന്ദ്രങ്ങൾ പോയി ഖരാവ് ചെയ്യാനോ ബുദ്ധിമുട്ടിക്കാൻ ആരെങ്കിലും ശ്രമിക്കുമോ? ഇത് അംഗീകരിക്കാൻ പറ്റില്ല. ഇതിൻ്റെ പിന്നിൽ പല ഉദ്ദേശങ്ങളുണ്ട്, ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്നുള്ളത് തന്നെയാണ്. ഇതിപ്പോൾ ഉണ്ടാക്കിയ പ്രോബ്ലം എന്താണ്? ഈ ജൂബിലിയിലത്തെ നഴ്സുമാരുമായി പറഞ്ഞു തീർക്കേണ്ട പ്രശ്നം അതിരൂപത ആസ്ഥാനം ഖരാവ് ചെയ്ത്, അതിരൂപത അധ്യക്ഷനെ ഖരാവ് ചെയ്ത്, അവിടെ പോയി അതിരൂപത അധ്യക്ഷനെ കുറേ ചീത്ത വിളിച്ചപ്പോൾ അതിരൂപത അധ്യക്ഷന് എന്തെങ്കിലും റോളുണ്ടോ? അതിരൂപത അധ്യക്ഷൻ്റെ ഒരു ചെയർമാനാണ്. പക്ഷേ ഇവിടുത്തെ ഡേ ടു ഡേ കാര്യങ്ങളോ ഇവിടുത്തെ പോളിസി ഡിസിഷൻസൊക്കെ ഇവിടുത്തെ മാനേജ്മെൻറ്റാണ് തീരുമാനിക്കേണ്ടത്. ഇത് പ്രശ്നം ഈ 5 ലക്ഷം ആളുകളെ ഇവിടെ വ്രണപ്പെടുത്തി. ഇനി ഇത് ഒരു വർഗീയതയിലേക്ക് അവർ കൊണ്ടുപോയി. അത് അംഗീകരിക്കാൻ പറ്റില്ല. അത് ഒരു കാരണവശാലും അതൊക്കെ മനസ്സിലാക്കി അതൊക്കെ വിട്ടുകളഞ്ഞ് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇപ്പോൾ ഈ സഭയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പോൾ എറണാകുളം പോലെയുള്ള സ്ഥലങ്ങളിൽ സഭാവിശ്വാസികൾക്കിടയിലുണ്ടായ ചില ഭിന്നിപ്പുകളുണ്ടല്ലോ, ആ ഭിന്നിപ്പിൻ്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നു ആ സമരത്തിലുണ്ടായിരുന്ന ചിലരും ഈ സമരത്തിൽ വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ നിന്ന് ഉത്ഭവിച്ച എന്തെങ്കിലും ഒരു കണികകൾ ഞങ്ങൾക്കിപ്പോൾ പല സംശയങ്ങളുണ്ട് ഈ കാര്യത്തിൽ, പല സംശയങ്ങളുണ്ട്. ഒന്ന്, തൃശ്ശൂർ അതിരൂപതയിൽ പെടാത്ത പലരും ഈ സമരത്തിൽ ഇൻവോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നു. അവർ പലരും ഇതിനകത്ത് നേതൃത്വം എടുക്കാൻ ശ്രമിക്കുന്നു. അവരുടെ സോഷ്യൽ മീഡിയകളിൽ അതിരൂപതയും അതിരൂപത അധ്യക്ഷനെയും അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇങ്ങനെ പല സംശയങ്ങളും ഞങ്ങൾക്കുണ്ട്. ഈ അതിരൂപതയിലേക്ക് തന്നെ പ്രോബ്ലത്തെ കൊണ്ടുപോകാനും അവിടെ ഒരു പ്രശ്നമുണ്ടാക്കാനും ശ്രമിക്കുന്ന കാര്യം നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ആശുപത്രികളിൽ, സാധാരണ സ്വകാര്യ ആശുപത്രികളിൽ വേതന വ്യവസ്ഥകൾ തീരുമാനിക്കപ്പെടുമ്പോൾ അതിന് ബെഡ് സ്ട്രെങ്ത് അനുസരിച്ചാണ്. അത് എത്ര കിടത്തി ചികിത്സിക്കുന്ന ആളുകളുടെ എണ്ണം കണക്കാക്കിയാണ് ഇത് തീരുമാനിക്കപ്പെടുക. അങ്ങനെ വരുമ്പോൾ ആ വേതന വ്യവസ്ഥകൾ അല്ലെങ്കിൽ പ്രഖ്യാപിക്കപ്പെട്ടില്ല എന്നാണ് താങ്കൾ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ ബാധിക്കുമോ, അല്ലെങ്കിൽ ഈ സമരം ചെയ്യുന്നവരെ ബാധിക്കുമോ? അങ്ങനെ എന്തെങ്കിലും ഭയാശങ്ക കൊണ്ടാണോ ഇവർ സമരത്തിലേക്ക് കടന്നത്? ഓക്കെ, അത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഈവൻ UN പോലും അംഗീകരിക്കാത്തൊരു കാര്യമാണ് ബെഡ് അനുസരിച്ചിട്ടുള്ള സേവന വ്യവസ്ഥകൾ. അത് അശാസ്ത്രീയമാണ്, അത് വളരെ അശാസ്ത്രീയമാണ്. ഞാൻ പറയാമത്. അതായത് ഒരു ഉദാഹരണം പറയാണ്. 100 കുട്ടികളുള്ള സ്കൂളിലത്തെ ടീച്ചർക്ക് കൊടുക്കുന്ന ശമ്പളവും 1000 കുട്ടികളുള്ള സ്കൂളിലത്തെ ടീച്ചർക്ക് കൊടുക്കുന്ന ശമ്പളവും ഒന്നാണ്. അല്ലാതെ കുട്ടികളനുസരിച്ചിട്ടല്ല ശമ്പളം ഫിക്സ് ചെയ്യുക, കുട്ടികളനുസരിച്ചിട്ടല്ല അതിൻ്റെ വേതന വ്യവസ്ഥകൾ നമ്പർ അനുസരിച്ചിട്ടല്ല. ഇനി 100 കുട്ടികളുള്ള സ്കൂളിലത്തെ എത്ര ടീച്ചർമാരുണ്ടോ ആനുപാതികമായ ടീച്ചർമാരുടെ എണ്ണം കൂടും 1000 കുട്ടികളുള്ള ടീച്ചർമാരുടെ വീട്. ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. ഒരു ഇലക്ട്രീഷ്യനെ നമ്മൾ വിളിക്കുകയാണ്. ആൾ ചെയ്യുന്ന ജോലി അനുസരിച്ചിട്ടാണ് കൂലി. എന്നാൽ ഇതൊരു ചെറിയ വീടാണ്, എന്നാൽ ഞാൻ അവിടെ 1000 രൂപ വാങ്ങാം. അപ്പുറത്ത് ഞാൻ വലിയ വീടാണ്, എന്നാൽ ഞാൻ അവിടെ 5000 രൂപ വാങ്ങാം. അതല്ലല്ലോ നമ്മുടെ വ്യവസ്ഥകൾ. ഇത് പറഞ്ഞ പോലെ തന്നെ 100 ബെഡുള്ള ആശുപത്രിയിലെ നഴ്സുമാരുടെ ശമ്പളവും 500-800 ബെഡുള്ള ആശുപത്രികളുടെ നഴ്സുമാരുടെ ശമ്പളവും വെവ്വേറെയായിട്ടുള്ള നിലവിൽ ഈ സംവിധാനം നമ്മൾ അംഗീകരിക്കില്ല. 100 ബെഡ് 500 ബെഡാകുമ്പോൾ, 500 ബെഡ് 800 ബെഡാകുമ്പോൾ അതനുസരിച്ച് നഴ്സുമാരുടെ എണ്ണം കൂടും. അല്ലാതെ അശാസ്ത്രീയമായ ബെഡ് അനുസരിച്ചുള്ള രീതി അംഗീകരിക്കില്ല. സാധാരണഗതിയിൽ ഇത് നോക്കുന്നത് അർബൻ, സെമി അർബൻ, റൂറൽ ക്ലാസിഫിക്കേഷനോ അല്ലെങ്കിൽ എക്സ്പീരിയൻസോ കോമ്പീറ്റൻസിയോ വെച്ചാണ്. അല്ലാതെ ബെഡിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റിയ കാര്യമല്ല. ഈ സമരം ഇപ്പോൾ ഒത്തുതീർപ്പാകുകയോ അല്ലെങ്കിൽ സമരം ഒരു അനുരഞ്ജനമാണല്ലോ എല്ലായിടത്തും. അതെ. അപ്പോൾ ഈ സമരം ഒത്തുതീർപ്പാക്കാനാണ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റും ശ്രമിക്കുക. നിങ്ങളുടെ സംഭാഷണം തന്നെ ഞാനതാ മനസ്സിലാക്കുന്നത്. പിന്നീടുണ്ടാകുന്ന ഒരു അക്കോമഡേഷൻ്റെ കാര്യമാണ്. കാരണം ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരു ഇരുമ്പുരുക്ക് വ്യവസായം പോലെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വ്യവസായം പോലെയല്ല. ഇത് മനുഷ്യ ജീവൻ രക്ഷിക്കാനുള്ള, മനുഷ്യ ജീവന് വേണ്ടിയിട്ടുള്ള മെഡിസിൻ കൊടുക്കുന്ന അല്ലെങ്കിൽ ആരോഗ്യം പ്രദാനം ചെയ്യുന്ന ഒരു മേഖലയാണ്. അപ്പോൾ അവിടെ നഴ്സുമാർ കൂട്ടമായി പണിമുടക്കുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ ക്രൈസിസ് മാനേജ് ചെയ്യാനായിട്ട് നിങ്ങൾ
പകരം സംവിധാനം ഏർപ്പെടുത്തേണ്ടി വരും. ഇനി മറ്റ് ഇപ്പോൾ ഈ സമരം ചെയ്യുന്ന ആളുകളെ മുഴുവൻ അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പോകാൻ കഴിയുമോ? അതെങ്ങനെയായിരിക്കാം? അത് ഉടനെ സാധിക്കില്ല, നമുക്കുടനെ സാധിക്കില്ല. അത് പോയിൻറ്റ് ബ്ലാങ്ക് ആൻസറാണ്. ഉടനെ സാധിക്കില്ല. നമ്മളെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടത് ഈ സമരത്തിലേക്ക് ആളുകൾ ഇറങ്ങിപ്പോയി. ഞങ്ങൾ വളരെ സ്തബ്ധരായി നിന്ന അവസരമാണത്. ഞങ്ങളുടെ HR-ഉം നഴ്സിംഗ് ടീമും ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ട് കുറേ ആളുകളെ നമ്മൾ പുതിയതായിട്ട് എടുത്തു. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു തടസ്സവുമില്ലാതെ ആശുപത്രി മുന്നോട്ട് പോകുന്നത്. നാളെ ഇവർ സമരം നിർത്തി വരുമ്പോൾ ഇവരോട് നമുക്ക് ഇറങ്ങിപ്പോകാൻ പറയാൻ പറ്റില്ല. ഇവിടുത്തെ വേക്കൻസികളനുസരിച്ചേ നമുക്ക് ഇനി അവരെ തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇനി തിരിച്ചെടുക്കുന്നതിനെക്കുറിച്ച് പോലും ഞങ്ങൾ നിലവിലെ നിയമസാധുതകൾ അന്വേഷിച്ചിട്ട് മാത്രമേ തിരിച്ചെടുക്കുകയുള്ളൂ. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചൊരു 30 പേരോളം കഴിഞ്ഞ ഒരാഴ്ചയിലൊക്കെ നമ്മളോട് കഴിഞ്ഞ ദിവസങ്ങളിലൂടെ സമരപ്പന്തലിൽ നിന്ന് അവർ പോന്നിട്ടുണ്ട്. അവരോടൊക്കെ നമ്മൾ പറഞ്ഞിട്ട് നിങ്ങളെ ഇവിടുത്തെ വേക്കൻസി അനുസരിച്ച് വിളിക്കാമെന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ നിയമോപദേശം അനുസരിച്ച് ഇനി തിരിച്ചെടുക്കുന്ന കാര്യത്തെക്കുറിച്ച് നിയമവ്യവസ്ഥകൾ അനുസരിച്ച് ഞങ്ങൾ എടുക്കുകയുള്ളൂ. അല്ല, അതിൻ്റെ ഒന്ന് നിങ്ങൾക്ക് ഈ നോട്ടീസ് തരാതെ സമരത്തിൽ പോയതാണോ? പലരും ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോയെന്നൊക്കെയാണ് ഇവിടുത്തെ പേഷ്യൻസ് തന്നെ നമ്മളോട് പറയുന്നത്. അവരുടെ ബന്ധുവെ ആശുപത്രിക്ക് ചികിത്സ നൽകിക്കൊണ്ടിരുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇറങ്ങിപ്പോയി എന്നൊക്കെ പറയുന്ന ആരോപണങ്ങളുണ്ട്. അതുകൊണ്ടൊക്കെയാണോ, അല്ലെങ്കിൽ നിയമപരമായിട്ട് നിങ്ങളോട് കാണിക്കേണ്ട മാന്യത അവർ കാണിക്കാത്തതുകൊണ്ട് ചെയ്യുന്നതാണോ? അത് ഇതൊരു ഈ സമരം ചെയ്തതുകൊണ്ട് അങ്ങനെ അല്ല, സമരം ചെയ്തതുകൊണ്ടല്ല. ഇതിനൊരു പ്രായോഗിക ബുദ്ധിമുട്ട് മനസ്സിലാക്കണം. ഈ ആശുപത്രി സ്തംഭിക്കാതിരിക്കാൻ ഞങ്ങൾ പുതിയ ആളുകളെടുത്തു. ഈ പുതിയ ആളുകളെടുത്തിട്ട് ഇനി 350 പേര് വന്നാൽ ഇവിടെ പുതിയ ആളുകളെടുത്തതിൻ്റെ പിന്നെ ജോലിയുണ്ട്, 350 ആൾ എക്സ്ട്രാ ആയിരിക്കും. അപ്പം ഇവിടുത്തെ വേക്കൻസികളനുസരിച്ച് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് തന്നെ എനിക്കറിയാം, ഇന്നലെ 13 പേര് പുതിയ നഴ്സുമാരെ നമ്മൾ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് 33 പേര് പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ആ ഗ്യാപ്പ് നികത്താൻ വേണ്ടി ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ പ്രായോഗികമായിട്ട് ഇനി ഉടനെ ഇവർ തിരിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്കുണ്ട്. രണ്ടാമത്തെ ഒരു പ്രശ്നം, അതാണ് ഞാൻ രണ്ടാമത് പറഞ്ഞത്, ഈ ലീഗലല്ലാത്ത നിയമപരമായ നോട്ടീസ് തരാത്ത സമരത്തിന് പോയവരെ നിലവിലെ നിയമ സംഹിതകളുമായിട്ട് ചർച്ച ചെയ്തിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിയമങ്ങൾ അതിനാണല്ലോ. നിയമത്തിലെ ആളുകൾ നിൽക്കാനും ഈ നിൽക്കാത്തുന്നവരെ നിയമപരിരക്ഷയിൽ വരുത്താനുമാണല്ലോ നമുക്ക് നിയമസംഹിതകൾ. അവസാനമായിട്ട് ഈ അഭിമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് എന്താണ് ഹോസ്പിറ്റലിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന്, അതുപോലെ തന്നെ സമരം ചെയ്യുന്ന ആളുകളോടും നിങ്ങൾക്ക് പറയാനുള്ളത്? 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞങ്ങൾക്ക് സമൂഹത്തിനോട് പറയാനുള്ളത്. ഒന്ന്, ഈ മിഷണറി ഹോസ്പിറ്റൽസ് എന്തിന് നിലകൊള്ളുന്നു, അവരുടെ പർപ്പസ് എന്താണ്, അവരുടെ റോൾ എന്താണ് കേരള ഹെൽത്ത് കെയറിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞ പോലെ ഒരു എത്തിക്കൽ ഹെൽത്ത് കെയറും ഒരു അഫോർഡബിൾ ഹെൽത്ത് കെയറും ആക്സസിബിളും ഹെൽത്ത് കെയർ, അത് തുടർന്നു പോകേണ്ടത് മാനേജ്മെൻറ്റിൻ്റെ മാത്രം ആവശ്യമല്ല, അത് സമൂഹത്തിൻ്റെ ആവശ്യമാണെന്ന് സമൂഹം തിരിച്ചറിയേണ്ട സമയം കഴിഞ്ഞു, അതിക്രമിച്ചു കഴിഞ്ഞു. അത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ വളരെയേറെ റിപ്പർക്കേഷൻസാണ് ഇന്ന് സമൂഹം നേരിടാൻ പോകുന്നത്. സമരത്തിലിരിക്കുന്ന നഴ്സുമാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ സമരം അവസാനിപ്പിക്കണം. ഇത് ന്യായമായ ആവശ്യത്തിനുള്ള സമരമല്ല. സർക്കാർ പ്രഖ്യാപിക്കേണ്ട മിനിമം വേജസിന് വേണ്ടി ഞങ്ങളുടെ സ്ഥാപനത്തിൽ സമരം ചെയ്യുന്നത് അന്യായമാണെന്ന് തിരിച്ചറിയുകയും മാനേജ്മെൻറ്റും നഴ്സുമാരും ഒരുമിച്ച് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി ഏറ്റവും വേഗം മിനിമം വേജസ് പ്രഖ്യാപിക്കാനായിട്ട് പരിശ്രമിക്കണം എന്നാണ് അവരോട് പറയാനുള്ളത്. നേരിൽ ഇത്രയും നേരം അതിഥിയായി സംസാരിച്ചത് ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൻ്റെ CEO ഡോക്ടർ ബെന്നി ജോസഫാണ്. വളരെയധികം നന്ദി. താങ്ക് യു വെരി മച്ച്.